ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ സോഷ്യൽ മീഡിയയിലായാലും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളുടെ നടിപ്പിൻ നായകനായിട്ടുള്ള സൂര്യയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാ പ്രേക്ഷകരും. തമിഴ് നാട്ടിൽ മാത്രമല്ല, ഇന്ന് കേരളത്തിലുമുണ്ട്. അങ്ങ് ഹിന്ദി നാടുകളിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ സിനിമയ്ക്കായിട്ട്, മറ്റൊന്നുമല്ല കങ്കുവ സിനിമയുടെ ആ ഒരു വരവിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ആരാധക വൃന്ദം തന്നെ ഉണ്ടെന്ന് സാരമായിട്ട് പറയാൻ സാധിക്കും, സംശയം പറയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. എന്തായാലും ആ ചരിത്ര നേട്ടം തിരുത്തി കുറിച്ചുകൊണ്ട് സൂര്യയ്ക്കും വേണ്ട ഒരു നടിപ്പിൻ നായകൻ എന്നൊക്കെ പേരുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ കളക്ഷൻ്റെ കാര്യത്തിൽ മുൻനിരയിൽ ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ആ ഒരു കേട് ചിലപ്പം കങ്കുവ സിനിമയിലൂടെ തീർക്കാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് പലതരത്തിലുള്ള ട്രേഡേഴ്സും ബോക്സ് ഓഫീസ് അനലിസ്റ്റുകളും, അതുകൂടാതെ ഇതിൻ്റെ ജ്ഞാനവേൽ രാജ എന്ന് പറയുന്ന ഈ സിനിമയുടെ നിർമ്മാതാവിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂവിലൊക്കെ മനസ്സിലാകുന്നത് ഈ സിനിമ ചിലപ്പോൾ ഒരു റെക്കോർഡ് കളക്ഷനിലേക്ക് പോകുന്നത് മാത്രമല്ല, രണ്ടാം ഭാഗത്തിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇവിടെ തുടങ്ങി വെച്ചതിന് ശേഷം 1000 കോടി ക്ലബിനുള്ള സാധനം ഈ രണ്ട് സിനിമയും കൂടെ ചിലപ്പോൾ നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്സും പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും പ്രതീക്ഷിക്കുന്നു. എതിർക്കും ദുരന്തവൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം വരുന്നൊരു സിനിമയാണ് സൂര്യയെ സംബന്ധിച്ചിടത്തോളം. എതിർക്കും ദുരന്തവൻ അത്യാവശ്യം ചെറിയൊരു ഹിറ്റായെങ്കിലും പ്രതീക്ഷിച്ചത്ര കാര്യമായിട്ടൊരു ചലനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് അത്യാവശ്യം ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന സൂര്യയെ പോലെ അത്രയും വലിയൊരു സ്റ്റാർ ലെവലിൽ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും നല്ലൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരാൾക്ക് അത്രയും കളക്ഷൻ ഒന്നും വന്നാൽ പോരായിരുന്നു. പടവും വലിയൊരു ക്വാളിറ്റിയോ വലിയൊരു സംഭവം ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കാര്യമായ ഒരു കളക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. ഇതിനു മുൻപ് 2 സിനിമകൾ വന്നു. ഒന്ന് ജയ് ഭീം ആണെങ്കിൽ മറ്റൊന്ന് സൂറേ പുട്രുവാണ്. ഇത് രണ്ടും എൻ്റെ പൊന്നോ ഞെട്ടിക്കുന്ന പെർഫോമൻസ് മാത്രമല്ല, ഒരു വേറെ ലെവൽ ഐറ്റം ആയിരുന്നു. പക്ഷെ ആ 2 സിനിമകളും തിയേറ്ററുകളിൽ അല്ലാതെയും ആയിപ്പോയി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇതാണ് സൂര്യയെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ. കാരണം 2 സിനിമകൾ വമ്പൻ ഒരു വേറെ ലെവൽ സാധനം, എക്സ്പീരിയൻസ് സാധനമൊക്കെ തിയേറ്ററുകളിൽ അനുഭവിക്കാൻ പറ്റിയ സാധനമായിരുന്നെങ്കിലും അത് തിയേറ്ററുകളിൽ കാണാൻ പറ്റാതെ കോവിഡ് അനന്തര സംഭവമൊക്കെ ആയതുകൊണ്ട് OTTയിൽ റിലീസാവുകയും അവിടെ വലിയ ട്രെൻഡൊക്കെ ഉണ്ടായെങ്കിലും ബോക്സ് ഓഫീസിൽ കളക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു ചലനവും ഇന്ന് വരെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് കുറേ നാളുകളായിട്ട് വലിയൊരു ട്രെൻഡിങ്ങിലേക്ക് എത്താനായിട്ട് സൂര്യയ്ക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും ET വന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവസ്ഥ എന്നുള്ളത് കൊണ്ട് തന്നെ കങ്കുവ സിനിമയിൽ വാനോളം പ്രതീക്ഷയാണ് സൂര്യ ആരാധകർക്ക് മാത്രമല്ല ഒരു തമിഴ് സിനിമാ പ്രേമികൾ കൊട്ടാകെ തന്നെ ഉള്ളതെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും സിരുത്തെ ശിവയെ സംബന്ധിച്ചിടത്തോളം അണ്ണാത്തെ പോലെയുള്ള വമ്പൻ ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം ഓടി പൈസയൊക്കെ നേടിയെങ്കിലും കുറേ സ്ഥിരം പാറ്റേണിലുള്ള സാധനം, ഒരു തങ്കച്ചി പാസ അത് ഇതൊക്കെ ആയിട്ട് സ്ഥിരം സാധനം കണ്ട് അങ്ങ് മടുത്തിരിക്കുമ്പോഴാണ് വേറൊരു സാധനം, പീരീഡ് ഡ്രാമ ഐറ്റം അദ്ദേഹം പരീക്ഷിക്കുവാണ്. കങ്കുവ സിനിമയിലൂടെ ഇവർ രണ്ടുപേരും വേറൊരു കുതിച്ചു ചാട്ടത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്ന് വരെ തമിഴ്നാട് ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ തമിഴ് സിനിമയുടെ ഒരു ബോക്സ് ഓഫീസിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ പെർഫോമൻസിലൂടെ തമിഴ് സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു ക്യാപ്പബിലിറ്റി ഉള്ള സാധനം നമുക്ക് മുമ്പിലേക്ക് പടച്ചു വിടുമെന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ ഒട്ടനവധിയാണ്. ഒരു സൂപ്പർ നായകനായിട്ട്, അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്നൊരു സംഭവമാണ്. ആ സ്ഥലത്തെ ഒരു യോദ്ധാവായിട്ടാണ് ശരിക്കും പറയാൻ നടിപ്പിൻ നായകൻ സൂര്യ ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ട്. 2026 രണ്ടാം ഭാഗം, കങ്കുവയുടെ 2ാം ഭാഗത്തിന് വേണ്ടിയുള്ള ഒരു പോർഷനൊക്കെ ഈ സിനിമയുടെ എൻഡിങ്ങിൽ കാണിക്കും. അത് 2ാം ഭാഗം 2026 പൂർത്തിയാക്കി അതിനൊപ്പം ആ ഒരു സമയത്ത് ഇറങ്ങുമെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് 150 ദിവസത്തെ നീണ്ട ഷൂട്ടിംഗ് ആയിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ആവശ്യമായിട്ട് വന്നത്. ട്രിപ്പിൾ റൂളിലും നമ്മളുടെ സൂര്യ നടിപ്പിൻ നായകൻ വരും എന്നും കേൾക്കുന്നു. എന്തായാലും കേരളത്തിന് പുറത്ത് അല്ല, തമിഴ്നാടിന് പുറത്ത് തെലുങ്ക് ഭാഷയിലും കന്നഡ ഭാഷയിലും കേരളത്തിലുമൊക്കെ വലിയ റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം ഒരു ഹിറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ചിലപ്പം ഒരു 50 കോടി ക്ലബിനുള്ള സാധ്യതയുണ്ട്. ഇതിലെല്ലാം ഉപരി ഞെട്ടിക്കേണ്ടത്, നല്ലൊരു പണക്കൊയ്ത്ത് നടത്തണമെങ്കിൽ ഹിന്ദി നാടുകളിൽ കാര്യമായൊരു ചലനം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫയർ ഡാൻസ് ഒരു സോങ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഹിന്ദി നാടുകളിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയി മാറി. ആ ഒരു ട്രെൻഡിങ് സിനിമയുടെ കളക്ഷൻ്റെ കാര്യത്തിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി നാടുകളിൽ ഒരു കങ്കുവയുടെ ഒരു പൂണ്ട് വിളയാട്ടം തന്നെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പം സിനിമ ഈ പറഞ്ഞതുപോലെ
സൂര്യയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ടും സൂര്യയ്ക്ക് ആദ്യമായിട്ടൊരു 300 കോടി ക്ലബിലെത്താൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടും ചിലപ്പോൾ ഇത് മാറാൻ സാധ്യതയുണ്ട്. 300 എന്നുള്ളത് അത് ഒരുപാട് ഉയരങ്ങൾ താണ്ടി 400-ഉം 500-ഉം കോടിയും നേടണം എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. ആ ലെവലിലേക്ക് ഇതിൻ്റെ ചിറക് വിരിച്ച് ഈ കങ്കുവയുടെ ഉയർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും തന്നെ ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റിലീസും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്, സാറ്റലൈറ്റ് ഒക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ആമസോണൊക്കെ മേടിക്കണമെങ്കിൽ അതും വലിയൊരു പ്രതീക്ഷ തരുന്നുണ്ട്. കാരണം ആമസോൺ ചുമ്മാ അങ്ങനെ ഒരു സിനിമ എടുക്കില്ല. ഈ സിനിമ എടുക്കണമെങ്കിൽ അതിൻ്റേതായ സംഭവം, ഒരു ക്വാളിറ്റി മേക്കിങ്ങും മറ്റ് സംഭവങ്ങളെല്ലാം കൂടെ ഈ സിനിമയിൽ കാണാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തായാലും തന്നെ ഇതിൻ്റെ നിർമ്മാതാവ് വേറൊരു അഭിപ്രായം കൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. വേറെ ഒന്നുമല്ല, ഇപ്പം വിജയദശമി ദിനത്തിൽ, അതായത് ഒക്ടോബർ ആദ്യ വാരത്തിൽ തന്നെ ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസിനെത്തിക്കാനായിട്ടാണ് ഈ ഒരു ടീം ശ്രമിക്കുന്നതെന്ന് പറയുന്നു. ഒപ്പം ദീപാവലിയൊക്കെ ആ മാസം അവസാനമാണല്ലോ. അപ്പോൾ എന്തായാലും വിജയദശമിയോടനുബന്ധിച്ച് ഒക്ടോബർ ആദ്യം തന്നെ വരും. അപ്പോൾ അതിനൊപ്പം ഇതുവരെ ക്ലാഷ് റിലീസ് ഒന്നും വന്നിട്ടില്ല, ചിലപ്പം വന്നേക്കാം. പക്ഷേ ഈ സിനിമ കണ്ടതിന് ശേഷം രണ്ടാം ഭാഗം ഇറങ്ങുമ്പം ഒരു കാരണവശാലും ഒരു സിനിമ പോലും ഇതിനൊപ്പം ക്ലാഷ് റിലീസിന് വരില്ല എന്ന് ഇതിൻ്റെ നിർമ്മാതാവ് ജ്ഞാനവേൽ രാജ പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഗുഡൻസ് ഉണ്ട്. ഈ സിനിമ ചിലപ്പോൾ കിട്ടാത്ത രീതിയിൽ വേറെ ലെവൽ ഐറ്റമായിട്ട് പോകാനുള്ള സാധ്യതയൊക്കെയാണ് ഈ ഓരോരുത്തരുടെയും, ഈ സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ ആയാലും. അതുപോലെ തന്നെ സൂര്യ തന്നെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു പ്രതീക്ഷയുള്ള വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് പോലും റെക്കോർഡുകൾ താർത്തെറിഞ്ഞ് മുന്നോട്ട് പോകാൻ പോലും സാധ്യതയുള്ള തരത്തിലുള്ള ഓരോരോ ഡയലോഗുകളാണ് ഈ സിനിമാ മേഖലയിൽ നിന്നെല്ലാം വരുന്നത്. എന്തായാലും ചരിത്രം വഴിമാറ്റി, അല്ലെങ്കിൽ സൂര്യയ്ക്കും ഒരു 300 കോടി ക്ലബിലെത്തുന്ന ഒരു സിനിമയായിട്ടും ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് സാധനം തിയേറ്ററുകളിൽ നമുക്ക് കിട്ടാനായിട്ടും നമുക്ക് ഏവർക്കും വെയിറ്റ് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ